ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു പൊറോട്ട വീശി അടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീശി അടിക്കാതുള്ള പൊറോട്ട ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ചപ്പാത്തി പ്രസ്സിൽ ഗോതമ്പ് മാവിൻ്റെ പൊറോട്ടയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വളരെ ഈസിയാണ് പൊറോട്ട നമ്മൾ വീശി അടിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് കടയിൽ നിന്ന്, തട്ടുകടയിൽ നിന്നോ അല്ലെങ്കിൽ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന വീശി അടിച്ച പൊറോട്ടയുടെ അതേ ടേസ്റ്റിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു 3.5 കപ്പ് മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഈ ഒരു പൊറോട്ടയിലേക്ക് ഞാൻ മുട്ട ചേർക്കുന്നില്ല. അപ്പോൾ മുട്ട ചേർക്കാതെയും പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഞാൻ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. അപ്പോൾ ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഒരു നുള്ളു തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഒരു നുള്ളു മാത്രമേ ചേർത്തിട്ടുള്ളൂ, ഒരുപാടൊന്നും ചേർത്തിട്ടില്ല. 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ലതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ ചെറിയ ചൂടുള്ള വെള്ളം എടുക്കുക. അപ്പോൾ പൊറോട്ട നന്നായിട്ട് തന്നെ കിട്ടും. കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്നതിന് കാട്ടിലും കുറച്ചും കൂടെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവാണ് വേണ്ടത്. കുറച്ചും കൂടെ വെള്ളം വേണ്ടി വരും. ചപ്പാത്തി മാവിൻ്റെ അത്ര അങ്ങോട്ട് ഹാർഡായിട്ടുള്ള ഒരു മാവല്ല വേണ്ടത്. അങ്ങനെയാകുമ്പോൾ പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടില്ല. ഇതിലേക്കുള്ള വെള്ളത്തിൻ്റെ അളവ് ഞാൻ എടുത്തിട്ടുള്ള ഒരു 1.25 കപ്പിൽ കൂടുതൽ വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഓരോ മാവിൻ്റെ അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരും. അതുകൊണ്ടാണ് കറക്റ്റ് ഒരളവിൽ വെള്ളം പറയാത്തത്. അപ്പോൾ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് അയച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടണമെങ്കിൽ നന്നായിട്ട് കുഴച്ചെടുക്കണം. അതേപോലെ തന്നെ പൊറോട്ടയ്ക്കും നല്ല സോഫ്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ കുഴച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ മാവ് എടുത്തിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് ഒന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കാം. ഒരു 7-8 മിനിറ്റെങ്കിലും നന്നായിട്ട് സോഫ്റ്റാക്കി എടുക്കണം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വയ്ക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് ഓയിലൊന്ന് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്, ഡ്രൈ ആയി പോകാതിരിക്കാനാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു നനഞ്ഞ ഏതെങ്കിലും ഒരു തോർത്തോ അല്ലെങ്കിൽ ഒരു തുണി ഏതെങ്കിലും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു പ്ലേറ്റ് കൊണ്ട് കവർ ചെയ്തിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഇത് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് കുഴച്ച് വെച്ചതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ മാവ് കാണുമ്പോൾ മനസ്സിലാവും നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു മാവാണുള്ളത്. ഇനി ഇത് കൈകൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് ഈ തള്ളവിരൽ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് നന്നായിട്ട് ബോളാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു വലിപ്പം കുറച്ച് വലുതായിട്ടാണ് ബോളാക്കി എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് വീശിയന് കഴിഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് 2 ആക്കിയിട്ടാണ് പൊറോട്ട 2 എണ്ണം ഒരു ബോളിൽ നിന്ന് തന്നെ ആക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ബോൾസ് എല്ലാം റെഡിയാക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറഞ്ഞത് ഒരു 20 മിനിറ്റെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഒരു തുണി കൊണ്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് 20 മിനിറ്റ്, ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കൈകൊണ്ട് പരത്തിയിട്ട് വീശിയെടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെയുള്ളൊരു ചപ്പാത്തിയൊക്കെ പരത്തുന്ന റോളർ ഉപയോഗിച്ചിട്ട് പരത്തിയിട്ടും എടുക്കാം. കുറച്ചൊന്ന് പരത്തിയിട്ട് ഇതേപോലെ കയ്യിലെടുത്തിട്ട് വീശിയാൽ മതി. അപ്പോൾ ഒരു കൈ ഇങ്ങനെ, ഇടത് കൈ ഇങ്ങനെ താഴെയായിട്ട് വെച്ചിട്ട് തള്ളവിരൽ മാത്രം മുകളിൽ പിടിക്കുക. വലത് കൈ നേരെ മുകളിൽ വെച്ചിട്ട് തള്ളവിരൽ താഴെയായിട്ട് പിടിച്ചിട്ട് ഇതേപോലെ ഒന്ന് വീശിയാൽ മതി. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ശരിയായിട്ട് കിട്ടണമെന്നില്ല, പിന്നീട് ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ കിട്ടും. നല്ല നൈസായിട്ട് തന്നെ നമുക്ക് വീശിയെടുക്കാൻ പറ്റും. ഒരു സൈഡൊന്നായിട്ട് ഇങ്ങനെ അടിച്ചെടുത്തിട്ട് നമ്മൾ കൈ മാറ്റി മാറ്റി പിടിച്ചിട്ട് അടിച്ചാൽ മതി. എൻ്റെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് സ്ഥലം കുറവായതുകൊണ്ട് ഞാനിങ്ങനെ മടക്കിയിട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്.
ഇതേപോലെ നൈസായിട്ട് വന്നിട്ടുണ്ട്. ഇതിനി ഞാൻ കട്ട് ചെയ്തിട്ട് രണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ താഴെ വെച്ചിട്ട് തന്നെ ചുറ്റിയെടുക്കാം, അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ചുറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വലിയ പൊറോട്ടയാണ് വേണ്ടെങ്കിൽ ആ ഒരു ബോൾ രണ്ടാക്കേണ്ട ആവശ്യമില്ല, ഒറ്റയായിട്ട് തന്നെ ചുറ്റിയെടുത്താൽ മതി. ഇത് ചുറ്റി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കും കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ നിങ്ങളിത് ഇങ്ങനെ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് ആക്കി കൊടുത്തിട്ട് ഇത് ചുറ്റി വെച്ച് കഴിഞ്ഞാൽ അത് ഒന്നുകൂടെ നല്ലതാണ്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പം ഞാനിതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോന്നായി എടുത്തിട്ട് കൈ കൊണ്ടൊന്ന് പരത്തി കൊടുക്കാം. റോളർ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് അങ്ങ് പ്രസ് ചെയ്തിട്ട് പരത്തരുത്, അങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് വരില്ല ചുട്ടെടുക്കുമ്പോൾ. അതുപോലെ ഒരുപാട് അങ്ങ് നൈസായിട്ട് പരത്തുകയും ചെയ്യരുത്, കുറച്ചൊന്ന് പരത്തിയാൽ മതി, കുറച്ച് കനം വേണം. ഒരു അയണിൻ്റെ ഒരു തവയാണ് ചൂടാക്കിയിട്ടുള്ളത്, അതിലേക്ക് വെച്ചിട്ട് ഇനി ചുട്ടെടുക്കാം. ഒരു സൈഡ് കുറച്ചൊന്നാവുമ്പോൾ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓയിലിന് കൂടെ തന്നെ ഓയിലിൻ്റെ കൂടെ പകുതി നെയ്യും പകുതി ഓയിലുമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ലതാണ്. അപ്പോൾ ഇതിനു മുമ്പ് പൊറോട്ടയിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഓയിൽ മാത്രം യൂസ് ചെയ്യാവോ, കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ സൺഫ്ലവർ ഓയിൽ മാത്രം ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു 5-6 ഇതുപോലെ ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചെടുത്താൽ മതി. നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ലെയറൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്